ഹായ് ഫ്രണ്ട്സ്, ക്രോസിംഗ് പരിശീലിക്കേണ്ട ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇതേപോലെ ക്രോസ് ചെയ്യാം. അതായത് ഇടത്തോട്ട് തിരിയാണെങ്കിൽ റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ് കൊണ്ടുവരാം, സ്കേറ്റ് ചെയ്യാം. ഇതേപോലെ ക്രോസ് ചെയ്യാവുന്നതാണ്. അതുപോലെ വലത്തോട്ടാണ് നിങ്ങൾക്ക് ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലത്തോട്ട് പോകുന്നതാണ്. ഇത് നിങ്ങൾ പരിശീലിക്കേണ്ടത് ആദ്യം ഇതുപോലെ ചെയ്ത് പഠിക്കാം. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ക്രോസ് ചെയ്യാം. പഠിക്കാം. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം കിട്ടുന്നത് ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് റൈറ്റ് ലെഗാണ് ക്രോസ് ചെയ്യണമെങ്കിൽ റൈറ്റ് ലെഗ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഈ ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. എടുക്കുന്ന ലെഗിൻ്റെ ഹാൻഡ് കൈ പുറയിലേക്ക് പോകണം. കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ റൈറ്റ് ലെഗാണ് ലെഫ്റ്റിലേക്ക് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലെഗ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. കണ്ടോ? ഇതേപോലെ ചെയ്ത് പഠിക്കാം. അതുപോലെ ലെഫ്റ്റ് ലെഗ് റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ റൈറ്റ് ഹാൻഡ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. നമ്മൾ എടുക്കണ ലെഗിൻ്റെ ഹാൻഡ് കൈ പുറയിലേക്ക് കൊണ്ടുവരാം. വീഡിയോയിലൂടെ ഇതേപോലെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബാലൻസ് കിട്ടും. വീഴാൻ സാധ്യതയും കുറവാണ്. കാണിച്ചു തരാം. ഇതേപോലെ ചെയ്ത് പഠിക്കും. അതുപോലെ ഇതേപോലെ ചെയ്ത് പഠിക്കാം. വീഡിയോയിലൂടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ ക്രോസിങ് കുറച്ച് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പെട്ടെന്ന് പറഞ്ഞാൽ സമയമെടുക്കും. ബിഗിനേഴ്സിനൊക്കെ സമയമെടുക്കും. വീഴാതെ ചെയ്ത് പഠിക്കാൻ നോക്കുക. പിന്നെ എല്ലാ വീഡിയോയിലും പറയാൻ പറ്റില്ലല്ലോ. അതായത് സേഫ്റ്റി ഗാർഡ് നിങ്ങൾ മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണം. നീ ഗാർഡ്, എൽബോ, അതുപോലെ ഹെൽമെറ്റ് ഉറപ്പായിട്ട് വെക്കണം. സ്കേറ്റിംഗ് എന്ന് പറയുന്നത് ഏത് സമയത്ത് നമ്മൾ വീട് പോകണമെന്ന് പറയാൻ പറ്റില്ല. വളരെ ശ്രദ്ധിച്ച് ക്ഷമയോടെ പഠിക്കുകയാണെങ്കിൽ വീഴില്ല. ഞാനൊക്കെ വളരെ അപൂർവമായിട്ട് വീണിട്ടുള്ളൂ. 1-2 പ്രാവശ്യം കണ്ട് വീണിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ആവുന്നതും നിരപ്പായ സ്ഥലം തിരഞ്ഞെടുക്കുക സ്കേറ്റിങ്ങിന് ഇറങ്ങുന്നവർ. അതുപോലെ റോഡ് ഒഴിവാക്കുക. റോഡിലൊക്കെ സ്കേറ്റ് ചെയ്യണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം. കാരണം ബ്രേക്കിംഗ് സിസ്റ്റമൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് റോഡിലേക്ക് ഇറങ്ങാവൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കാതിരിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്.
താങ്ക്സ്.